എവിടെ മാവേ സുമേഷ് ചെറുക്കൻ എവിടെയെന്ന്? ആ അവനും പിങ്ങി കൂടെ നിന്റെ ഡിക്രൂസിനെ തപ്പി പോയിട്ടുണ്ട്. ഡിക്രൂസ് ഒന്നും അല്ല, ആൻഡ്രൂസ്. ആ ആൻഡ്രൂസ്. ഞാൻ പറഞ്ഞു അവന്റെ അടുത്ത് തപ്പി പോകാൻ വേണ്ടിട്ട്. എടാ അത് പിന്നെ നിനക്കൊരു പ്രോബ്ലം വരുമ്പോ അവര് വേണ്ട നിന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഇപ്പൊ പ്രോബ്ലം എല്ലാം മാറിയാ? എന്റെ ജോലിയും ജീവനൊക്കെ പോവും. എങ്ങനെ ജോലിയും ജീവനും പോകുന്ന? അമ്മ ആ ത്രിവിക്രമനെ അറിയിക്കാതെ ആൻഡ്രൂസിനെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഇരിക്കായിരുന്നു ഞാൻ. അതിന് അയാൾ അറിഞ്ഞോ? പിന്നെ അറിഞ്ഞില്ലേ? അതെങ്ങനെ അയാൾ അറിഞ്ഞേ? കണ്ട ഞാനും ആൻഡ്രൂസും കൂടെ നിൽക്കണം ഫോട്ടോ ഇട്ടിട്ട് ആൻഡ്രൂസിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അവൻ സോഷ്യൽ മീഡിയയിലും കൊടുത്തേക്കണം. എടാ നിനക്ക് ഉമ്മ വെക്കാൻ വേറെ ഒന്നിനെയും കിട്ടിയില്ലേ? ഈ പട്ടിയെ മാത്രമേ കിട്ടിയോ? അമ്മ ചിരിച്ചോ, അമ്മ ചിരിച്ചോ. എല്ലാം പോവും, എല്ലാം തകരും. എടാ എങ്ങനെ തകരും? നീ എന്തിനാ കിടന്ന് വെകളി പിടിക്കുന്നേ? ഒരു പട്ടിയെ കാണാതെ പോയെന്ന് പറഞ്ഞാൽ അതിനിപ്പോ അവർ കണ്ടുപിടിച്ചോണ്ട് വരുമല്ലോ. ത്രിവിക്രമൻ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ 2 മണിക്കൂറിനകത്ത് അവനെ കണ്ടുപിടിച്ച് കൊടുത്തില്ലെങ്കിൽ അയാൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. എടാ നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ അതിനെ കിട്ടുമെന്ന്. എവിടെ കിട്ടാൻ വേണ്ടിട്ട്? അതിനല്ലേ അവര് തപ്പി പോയിരിക്കുന്നേ. അവനെ കിട്ടിയില്ലെങ്കിൽ നോക്കിക്കോ, എനിക്ക് പണിയിലും എന്റെ ജോലിയിൽ ആത്മാർത്ഥത ഇല്ലാത്തവനായിട്ട് ഞാൻ ജീവിക്കില്ല. അവനെ ഞാൻ കൊല്ലും. എടാ ഉത്തമ ഞാൻ പറയുന്നത് പറയട്ടെ. സഹായിക്കാൻ പോയത് ഇപ്പൊ കോടാലിയായോ? ആൻഡ്രൂസ് വലിയ ജെസിബി ആണോ? എടാ വലിയ ജെസിബി. ചിറ്റപ്പൻ ചിറ്റപ്പ ഇവിടെ നിൽക്കായിരുന്നാ? ചിറ്റപ്പ എന്തോന്ന് പണി കാണിച്ചാ? എടാ അത് പിന്നെ ഞാനൊരു നല്ല കാര്യം ചെയ്തില്ലടാ ശംഭു. അച്ഛന്റെ ജോലി കളയുന്നതാണ് നല്ല കാര്യം. എന്റെ പൊന്ന്, ഞാൻ നിന്റെ അച്ഛന്റെ ജോലി കളയാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. എടാ എന്റെ സ്മാർട്ട് വർക്കിലൂടെ ആൻഡ്രോസ് പട്ടി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കിയതാണ്. സുമേഷ് അമ്മയുടെ സ്മാർട്ട് വർക്കേ വല്യമ്മന്റെ വർക്ക് കളയുന്നാ തോന്നുന്നേ. ഞാൻ ചേട്ടന്റെ ജോലി കളയാൻ വേണ്ടി ചെയ്തൊന്നുമല്ല. എടാ ചേട്ടന്റെ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമാണ് നിങ്ങളെ കാട്ടിലും. ചിറ്റപ്പ ഇത് സ്മാർട്ട് വർക്ക് ഒന്നുമല്ല, ചിറ്റപ്പ അറിഞ്ഞോണ്ട് ചെയ്തല്ലേ? എടാ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യണം. നീ എന്നെ ഒന്ന് വിശ്വസിക്കാൻ ശംഭു. ചിറ്റപ്പ അറിഞ്ഞോണ്ട് അങ്ങനെ ചെയ്യും. മറ്റേ സിമെന്റ് ഒഴിച്ചു തന്നാൽ ഈ മുട്ടായി വാങ്ങിച്ചു തരാന്ന് ചായച്ചില്ലേ? അതിന് സിമെന്റിനകത്ത് മണ്ണെണ്ണ ഒരു ഒഴിച്ച് ഞാൻ പിന്നെ പിടിച്ച് ഉമ്മോക്കാൻ പറ്റുമോ? ഇനി എനിക്കറിയാമോ മണ്ണെണ്ണയാണോ വെള്ളമാണോ ഒഴിക്കേണ്ടതെന്ന്? ഞാൻ മേടിച്ച് തരാം മുട്ടായി. എനിക്കിനി മുട്ടായി ഒന്നും വേണ്ട. ചിറ്റപ്പ ഒരു കാര്യം ആലോചിച്ചോ, ഈ വീട്ടിലുള്ള എല്ലാരും ചിറ്റപ്പനെതിരെയാണ്. നീയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കടാ. ചിറ്റപ്പ വിശ്വാസം ഉണ്ട്, എങ്ങനെയെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ നോക്കൂ. പരിഹാരം ഞാൻ എന്തായാലും സോഷ്യൽ മീഡിയ ഇട്ട പോസ്റ്റ് വൈറലായിട്ടുണ്ട്. നീ ഒരു കാര്യം നീ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞ് അതങ്ങ് ഷെയർ ചെയ്യാൻ പറ. ഞാനും എന്റെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. മക്കള് UKG പഠിക്കുന്ന കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുത്തിട്ട് പറയണം, വീട്ടിൽ ചെന്നിട്ട് ഷെയർ ചെയ്യാൻ പറയണം കേട്ടാ. കേട്ടാ മനസ്സിലായില്ലേ? എടാ ഞാൻ ചേട്ടത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ നമ്പരാ കൊടുത്തിരിക്കുന്നത്. ആരെങ്കിലും ചേട്ടനെ വിളിക്കാതിരിക്കത്തില്ലല്ലോ. ഇത് വല്ല നടക്കൂ? എടാ നടക്കൂടാ ശംഭു. നടന്നില്ല ഞാൻ ഇവിടുന്ന് ഓടും. ഈ ഐഡിയ നടന്നില്ലെങ്കിലേ സുമേഷ് ഓടണ്ടോ? അതല്ല ഞാൻ പറഞ്ഞത്, ഓടുന്നു നാട് വിട്ട് എവിടെങ്കിലും. ചിറ്റപ്പ ഈ പട്ടിയെ കിട്ടുന്ന വരെ ചിറ്റപ്പ എവിടെയെങ്കിലും ഒളിച്ചിരി, അല്ലാതെ അച്ഛന്റെ അച്ഛമ്മയുടെ വായിച്ചെന്ന് ചാടാതിരിക്കണം. ഈ സമയത്തിന് എന്നെ അത് നിർത്തിയുണ്ടോ അങ്ങേര്? അങ്ങനെ കോണാതാണ് അയാൾ. എന്ത് കാര്യം ചെയ്താലും പണ്ടേ അങ്ങനെ വീട്ടിലെ സ്വഭാവം ഇതാ. സമയത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോൾ നിർത്തും. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നു. എന്ത് നീ പറഞ്ഞേ? വീണ്ടും തുടങ്ങി. നീ പറ. അച്ഛന്റെ അച്ഛമ്മയുടെ വായിച്ചെന്ന് ചാടരുതെന്ന്. അമ്മ അറിഞ്ഞോ? ബെസ്റ്റ്. അമ്മൂമ്മക്കാണ് ശരിക്കും ദേഷ്യം. പേരക്കമ്പൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്ത് നല്ല പരിപാടി ചെയ്താലും വീട്ടിൽ ഇങ്ങനെ തന്നെ ആണല്ലോ എല്ലാവർക്കും. നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനിവിടെ ഉണ്ടെന്ന് ആരും പറയണ്ട. ഞാൻ എങ്ങനെയല്ല പട്ടി കണ്ടുപിടിച്ചിട്ട് അകത്ത് കയറിക്കോളാം. ചെല്ല്. ഓ ഞാൻ ചിലപ്പോ പറഞ്ഞു. സൂക്ഷിച്ചു പോ. എവിടെ കൊണ്ടുപോകുന്നവനെ? JCB കാണാൻ. എടാ JCB അവൻ. എടാ ചെറുക്കനെ കൊണ്ട് അകത്ത് കയറി പോടാ. നീ പോ, എന്നിട്ട് അവനെ അകത്തോട്ട് കയറ്റിവിടും. അവനെ നീ പോ, അവനെ കയറ്റിവിടും. ഞാൻ പോട്ടോ, മക്കളകത്ത് ചിലപ്പോക്കോ. എന്തെങ്കിലും കാണീര്. വീട്ടിൽ ഫ്രീ വൈഫൈ അല്ലേ? അമ്മേ, അവൻ എന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊരു പണി ഒപ്പിക്കാനാന്ന് എനിക്കറിയത്തില്ലായിരുന്നു. വേണ്ടെന്ന് വെക്കുമ്പോ ഈ ചെറുക്കൻ തലേ കയറി നിരങ്ങ എന്നും പറഞ്ഞ അവനെ തല്ലണ്ടായിരുന്നു അമ്മ. വേണ്ടായിരുന്നു, ഞാൻ മടി വെച്ച് പുന്നരിക്കായിരുന്നു. അല്ല ആരാ ഇത് പറയുന്നേ? നീ ഏത് സമയം അവനുമായിട്ട് അടിയാണല്ലോ. ഞങ്ങൾ അടിയിടുന്ന പോലെയാണോ അമ്മ അവനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇത്രയും തല്ലുന്നത്? പിന്നല്ലാതെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ. അവന് സങ്കടമായിട്ടുണ്ടാവത്തില്ലേ? സങ്കടപ്പെട്ടിരിക്കട്ടെ. കിട്ടി. അവ എവിടെ? സുമേഷ് ചെറുക്കൻ എവിടെ? നീ ഇനി അവനെ ഒന്നും ചെയ്യാൻ പോണ്ട. അവൻ ആവശ്യത്തിലുള്ള അടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അടിക്കാനൊന്നല്ലമ്മ, അവൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടിട്ട്. എവിടെ ഉമ്മ കൊടുക്കാനോ? ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടി അവൻ കാണാനില്ല എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടില്ലായിരുന്നാ? ആൻഡ്രൂസിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെന്നെ വിളിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. കിട്ടിയോ? കിട്ടിയോ? എവിടെ? ചേട്ടൻ ആ പോസ്റ്റ് ഇട്ടതിന് ചേട്ടന്റെ ജോലി പോകുന്ന പറഞ്ഞോണ്ട് അമ്മ അവനെ തല്ലിയിട്ട് പിണങ്ങി അവൻ പോയി അകത്ത് കിടക്കുന്നു. എന്തോ നമ്മ കാണിച്ചത്. പിന്നെ നീയല്ലേ പറയുന്നത് നിന്റെ ജോലി പോകും കൂലി പോകും എന്നൊക്കെ പറഞ്ഞോണ്ട് ബേളം വെച്ചത്. അപ്പൊ ആ ദേശത്തിന് ഞാൻ 2 പൊട്ടിച്ചവനിട്ട്. അതിനെക്കാട്ട് വലിയ സങ്കടമായല്ലേ. ചെറുക്കൻ പിണങ്ങി കുറെ നേരമായി കഥ അടച്ച് കിടക്കാൻ തുടങ്ങിയിട്ട്. ഇനിയിപ്പോ എന്തോ നിയമം? അവന്റെ സങ്കടമൊക്കെ ഞാൻ മാറ്റിക്കോളാം. നീ ആ പട്ടി അതിന്റെ ഓണറിന് കൊണ്ട് കൊടുക്കാൻ നോക്ക്.
ഇനിയെങ്കിലും എടാ ചാടി പിടിച്ച് വെപ്രാളം കാണിച്ച് ഓരോന്നും ചെയ്യരുത് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചോളാം. ആ എടി പിങ്കി, അവനെ ഞാൻ അടിക്കണ്ടായിരുന്നല്ലേ? ഇതല്ലേ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞേ. അപ്പൊ അമ്മയല്ലേ അമ്മയ്ക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എടാ എടാ ചെറുക്കടാ കിട്ടിയടാ. എടാ നീ സോഷ്യൽ മീഡിയയിൽ ഇട്ട പോസ്റ്റ് കണ്ടിട്ടേ ഒരാൾ വിളിച്ച് ആൻഡ്രൂസിനെ കിട്ടിയെന്ന് പറഞ്ഞു. നീ എന്ത് സങ്കടപ്പെട്ടിരിക്കുന്നത്? ഒന്നുമില്ല. അമ്മയുടെ നടി ഇട്ടിട്ടാണ്? ഒന്നുമില്ല. പിന്നെ എന്തിനു സങ്കടപ്പെട്ടിരിക്കുന്നത്? കിട്ടിയത് ആൻഡ്രൂസിന്. ചേട്ടന്റെ ജോലി പോകാൻ കാരണം ഞാനത് ചേട്ടൻ പറഞ്ഞില്ല. അതിനാണ്? എടാ പിന്നെ അപ്പോഴത്തെ അവസ്ഥയിൽ പിന്നെ അങ്ങനെ പറഞ്ഞു പോയില്ല, അറിയാതെ പറഞ്ഞു. സോറി. സോറി ഒന്നും ചേട്ടൻ പറയാൻ. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ. ത്രിവിക്രം സാർ ഓക്കെ. പിന്നെ ആൻഡ്രൂസിനെ കിട്ടിയെന്ന് പറഞ്ഞ വഴി ത്രിവിക്രം സാർ ഓക്കെ. ആൻഡ്രൂസ് 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 ഓക്കെ. ചേട്ടനാ? ഞാൻ ഡബിൾ ഓക്കെ. ഞാൻ ട്രിപ്പിൾ ഓക്കെ. എങ്ങനെ തോന്നിയാണ് നിനക്ക് അങ്ങനെ ബുദ്ധി? എന്നോട് പറയണ്ടേ? അന്നേരത്തെ ഒരു തോന്നിയതാ. എനിക്ക് കുഴിമന്തി മേടിച്ചു. ഒരു കുഴിമന്തി. കുഴി- കുഴിമന്തി ആണോ? കുഴിമന്തി ഞാൻ വാങ്ങിത്തരാം. എനിക്കും നിനക്കും വാങ്ങിത്തരും ഞാൻ. പിങ്കിട്ട് കേട്ടോ? കുഴിമന്തി.